ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശാരി ആ സത്യം തിരിച്ചറിയുകയാണ്. സരയു തന്റെ മകളല്ല എന്നുള്ള ഒരു സത്യം, അതുപോലെ ആ ഒരു വേദന കൊണ്ട് നീറി നടക്കുകയാണ് ശാരി. അതേ സമയത്ത് ആകെ ഒരു ആശ്രയം എന്ന് പറയുന്നത് ഇനി മനുവാണ്. മനു ഇനി എന്തായാലും മനുവിന്റെ കൂടെ അമേരിക്കയിലോട്ട് പോകാം, തന്റെ മകളെയും കൊണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ ഒരു വിഷയം ആരും അറിയയില്ല, താരയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം എന്നൊക്കെയാണ് നമ്മുടെ ശാരിയുടെ ഒക്കെ തീരുമാനം. പക്ഷേ അതൊന്നും തന്നെ നടക്കുന്നില്ല. കാരണം മനു ഒരു ദിവസം റൂമിലിരുന്ന് നിഷയോട് ഫോൺ ചെയ്യുന്നത് കേൾക്കുകയാണ് ശാരി. അങ്ങനെ മനസ്സ് വിഷമിച്ച് പോകുന്ന സമയത്ത് എന്തായി സംസാരിക്കുന്നതെന്ന് നോക്കി ഇങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോഴായിരിക്കും കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്നത്. നമ്മുടെ നിഷയോട് വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നതും കല്യാണം കഴിക്കാൻ പോകുന്നതും അങ്ങനെ കൊഞ്ചിക്കൊഴയുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ് ശാരി. അത് കേൾക്കുമ്പോൾ ശാരിക്ക് വളരെ വിഷമം തോന്നുകയാണ്. എന്തായാലും തൻ്റെ ജീവിതം നശിച്ചു. ഇനിയിപ്പോൾ താൻ ഇത്രയും നാളും വളർത്തിയ മകള് തൻ്റെ സ്വന്തം മകളല്ല എന്ന് മനസ്സിലാക്കി. അത് തൻ്റെ ഭർത്താവ് കാരണമാണ് അങ്ങനെ ഒരു അവസ്ഥ തനിക്ക് വന്നത്. ഇനിയിപ്പോൾ ഉണ്ടായ മരുമകനും ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയ ശാരി അവൻ്റെ തലക്കടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അവനെ ദ്രോഹിക്കുന്നുണ്ട്. അങ്ങനെ അവനുള്ള പണിയും ഉടനെ തന്നെ ശാരി കൊടുക്കുകയാണ്. അതിനുശേഷമായിരിക്കും സത്യങ്ങളൊക്കെ സരയു മനസ്സിലാക്കുന്നതും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.